അല്ല, ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം കണ്ടു. ഞങ്ങളുടെ തലയെ കെട്ടിവെക്കണ്ടാന്ന്. ദേശീയപാതയിലുണ്ടായിട്ടുള്ള ഈ നിർമ്മാണ കെടുതി ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ടാന്ന്. ഈ ദേശീയപാത നിർമ്മാണം തലയിൽ ചൂടി നടന്ന ആളാണ് മുഖ്യമന്ത്രി. കുരിയാട് നടക്കുന്നതിന് മുമ്പ് ദേശീയപാത നിർമ്മാണം ഇതെല്ലാം ഞങ്ങളുടെ ക്രെഡിറ്റാണെന്ന് പറഞ്ഞ് ഇത് തലയിൽ ചൂടി നടക്കുമായിരുന്നല്ലോ. തലയിൽ ചൂടി നടന്നവർ ഇത് തലയിൽ ഏറ്റെടുക്കുമ്പോഴാണല്ലോ ഈ അപകടം. ഞാൻ ചോദിക്കട്ടെ, എന്ത് നിരുത്തരവാദമായ പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേത്? ദേശീയപാത അതോറിറ്റി കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ ഇങ്ങനെ പാറശാല വരെ ഉള്ള ഏറ്റവും വലിയ നിർമ്മാണ ജോലി നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് റോളുമില്ലേ? ഒരു റോളുമില്ലേ? നമ്മൾ സ്ഥലം കൊടുത്തിട്ട് നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നിർമ്മാണം നടത്തുന്നിടത്ത് ആ നിർമ്മാണത്തിലെ കമ്പനിക്കാർ അവരിഷ്ടം പോലെ അഴിമതി നടത്തി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു റോളുമില്ല. ഇതെല്ലാം കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് നിരുത്തരവാദപരമാണ്? മുഖ്യമന്ത്രി കാണിച്ചത് ഏറ്റവും നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. ആരെയോ സംരക്ഷിക്കാനുള്ള ഒരു വലിയ വ്യഗ്രതയാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നത്. അല്ല, ആ നടപടി ശുപാർശയുടെ ഭാഗമായിട്ടാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് കേരളം മുഴുവൻ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തും. ഈ സംബന്ധിച്ച് ഈ കമ്പനികളെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നടപടിക്രമങ്ങളനുസരിച്ച് പാർലമെൻറ്റ് റിപ്പോർട്ട് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിഞ്ഞിട്ടാണ് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഞങ്ങൾ വിളിക്കുക. അതിപ്പോൾ ആവുന്നേ ഉള്ളൂ. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ റിപ്പോർട്ട് കൊടുത്തത്. ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എടുക്കും. ഈ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് കമ്മിറ്റി മുമ്പാകെ അവർ പറയേണ്ടി വരും. എന്തൊക്കെ ശുപാർശകൾ 1, 2, 3 ഞങ്ങൾ ഓരോ ശുപാർശകളിലും എന്താണ് നടപടി എന്നുള്ളത് അവർ റിപ്പോർട്ട് തരേണ്ടി വരും. അത് ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ടുള്ള കമ്മിറ്റിയിൽ അത് തരേണ്ടി വരും. 3 മാസത്തിൽ. അല്ല, ഞങ്ങൾ സത്യത്തിൽ പറയുന്നത് PSC പറയുന്നത് സത്യത്തിൽ കേരള ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. നമ്മളാകെ പറയുന്നതാണ് സുരക്ഷ ഉറപ്പുവരുത്തണം, അഴിമതി ഉണ്ടാകാൻ പാടില്ല, ഈ നിർമ്മാണ ജോലികൾ കൃത്യമായിട്ടുള്ള മേൽനോട്ടം വേണം NHAയുടെ ഭാഗത്തുനിന്ന്. സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ഞങ്ങളുടെ റിപ്പോർട്ടല്ലാതെ പ്രധാനപ്പെട്ട ലോക്കൽ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥ PWD, ലോക്കൽ PWD, ലോക്കൽ റവന്യൂ, ലോക്കൽ പോലീസ് ഇവരെയൊക്കെ നിർമ്മാണ ജോലികളിൽ ഉൾപ്പെടുത്തിയാൽ ഈ നിങ്ങളെല്ലാം കൂടെ ചാനലുകളിൽ ഞാൻ കണ്ടതാണ് വിഷ്വൽ. അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തകൻ ആളുകൾ പറയുകയാണ് ഇവിടെ ഈ കൺസ്ട്രക്ഷൻ ഇതിൽ നടത്താൻ പറ്റുന്ന മണ്ണല്ല ഇവിടെ. അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള അവരുടെ വിവരമനുസരിച്ച് അവർ പറയുമ്പോൾ നമ്മുടെ PWD ഉദ്യോഗസ്ഥന്മാർക്കും റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കും ഇത് അറിയുമായിരുന്നില്ലേ? അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസ്ട്രിക്ട് കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ഉദ്യോഗസ്ഥന്മാർ പറയണ്ടേ നിർമ്മാണത്തിൽ പാകപ്പിഴകൾ ഉണ്ടാകുന്നത് ചൂണ്ടിക്കാണിക്കണ്ടേ? ഇത് സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ? ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കുക. ഇതെല്ലാം ഇതൊന്നും ഇപ്പം കണ്ടില്ല, ഇന്ന് തകർന്നില്ല. റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഇത് തകർന്നു പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാഷ്വാലിറ്റി? ഇതന്നെ കൂരിയാടും സംഭവിച്ചത്. ഈ തട്ടിക്കൂട്ട് നിർമ്മാണം നടക്കുകയും അത് പെട്ടെന്ന് ഇത്ര വേഗത്തിൽ നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അത് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് നല്ല റോഡ് വേണം, സുരക്ഷിതമായ റോഡ് വേണം. ആ സുരക്ഷിതമായ റോഡ് വേണം. അത് എല്ലാവരും അതിനെ അനുകൂലിക്കും കേരളത്തിൽ. പക്ഷേ ഇത് ഒരു ടാർഗറ്റ് ഇട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ റോഡല്ലല്ലോ ഇത്. കാരണം ഇത് എത്രയോ കാലം നിൽക്കേണ്ട റോഡ്, അതിലൂടെ ലക്ഷക്കണക്കിന് യാത്ര ചെയ്യേണ്ട റോഡ്, അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കമ്പനികളും അത് ഈ ഏറ്റെടുത്ത കമ്പനികളെല്ലാം നടത്തുന്നത് അവർ സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. പല കമ്പനികളും സബ് കോൺട്രാക്ട് ഡിഫറൻസ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അതുമായിട്ട് പിന്നെ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ പാർലമെൻറ്റിലും ഇത് സംബന്ധിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഇതിലാണ് ഈ എടുത്ത കരാറുകാർ സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ഈ മണ്ണിന് തന്നെ വലിയ കഴിമതി നടക്കുന്നുണ്ട്. നമ്മുടെ കായലിൽ നിന്നാണ് ഈ മണ്ണ് മൊത്തം വരുന്നത്. അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടല്ല ഈ മണ്ണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം എല്ലാ വിദഗ്ധർക്കും അറിയുന്നതാണ്. ഇതിലൊക്കെ അഡ്വൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനില്ലേ? ഇതൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അറിയില്ല. ദേശീയപാതയാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ വൻ ദുരന്തം വന്നു കഴിഞ്ഞ് അന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പോൾ അത് വളരെ നിരുത്തരവാദമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ NHAയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിനിപ്പോൾ ചെയർമാൻ തന്നെ ഞങ്ങളോട് സംസാരിച്ചു. എന്നോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു സാർ അതിനകത്ത് പ്രയാസം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പ്രയാസം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് വേണ്ടത് ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. ഇപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് അവിടെ കംപ്ലീറ്റ് ഇനിയിപ്പം ഡിസംബർ വെക്കേഷനാണ്, സീസൺ വരികയാണ്, അവധിക്കാലം വരികയാണ് കുട്ടികളുടെ.
രാജ്യത്ത് റോഡുകൾ മുഴുവൻ തിരക്കുള്ള റോഡുകളാണ്. ആ കൊല്ലം ഭാഗത്തൊക്കെ ഒന്നും ഇപ്പം ട്രാഫിക്ക് പോലും പോകാൻ പറ്റാത്ത വണ്ണം ആക്കി കഴിഞ്ഞു. ഞാൻ ഒറ്റക്കാര്യം ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സർവീസ് റോഡുകൾ കേരളത്തിൽ ഏറ്റവും പ്രധാനമുള്ളതാണ്. കാരണം മറ്റ് സ്റ്റേറ്റുകളെ പോലെയല്ല, നമ്മുടെ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ 2 വീലേഴ്സ് യാത്ര ചെയ്യുന്നത്, യാത്രക്കാർ, സാധാരണക്കാരായ ആളുകൾ, ഓട്ടോറിക്ഷ ഡ്രൈവർക്കാർ. ഈ സർവീസ് റോഡിൽ ഓട്ടോറിക്ഷയും 2 വീലറും ഒക്കെ പോകുന്നത് ഏത് റോഡിലാണ്? സർവീസ് റോഡിലൂടെയാണ് പോകേണ്ടത്. ഇനി ആ സർവീസ് റോഡ് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകളുണ്ടാവും അവിടെ. ഇവർ ഇന്നലത്തെ ഈ സർവീസ് റോഡ് തകർന്ന ഇരുന്നപ്പോൾ, ഈ മെയിൻ റോഡ് ഇരുന്നപ്പോൾ സർവീസ് റോഡ് വാർത്തകൾ ഞാൻ കണ്ടു, പത്രങ്ങൾ എഴുതി പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു എന്നാണ് സർവീസ് റോഡ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കി. അപ്പോൾ എന്തായാലും എന്തായാലും അദ്ദേഹം ഇന്ന് പതിവ് പോലെ പറഞ്ഞിട്ട് NHAI മെമ്പർ നാളെ പോകുന്നുണ്ട്, ചെയർമാൻ 3 ദിവസം കഴിഞ്ഞാൽ സന്ദർശിക്കും, വിദഗ്ധ സമിതി അയക്കും. പക്ഷേ ഈ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കൃത്യമായിട്ടും ഇനി ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികളിൽ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ നടപടികൾ അവരെ ഭാഗത്തുണ്ടാകും. വെറും പ്രസംഗങ്ങളോ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്ഷനുകളോ പോരാ. കേരളത്തിലെ ദേശീയപാതയിൽ ഇനിയും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകില്ല. നിർമ്മാണങ്ങൾ കൃത്യമായി നടക്കുന്നു. കള്ള കമ്പനികളുടെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന കമ്പനികളല്ല ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം കേന്ദ്രത്തിനുണ്ട്. ഇത് കേന്ദ്രത്തിനുള്ളതുപോലെ തന്നെ ഇത് ഉറപ്പുവരുത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. ഞങ്ങൾ പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം ഇതാന്ത ജാഗ്രതയോടെ ഇരിക്കും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്നതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് വളരെ വിജിലൻ്റായിട്ട് ഞങ്ങൾ മോണിറ്റർ ചെയ്യും.